അർജുനായുള്ള തെരച്ചിലിനായി പുതിയ സന്നാഹങ്ങൾ എത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് കർണാടക. അർജുനെ കാണാതായിട്ട് 17 ദിവസങ്ങളായി. കരയിലും വെള്ളത്തിലും വ്യാപകമായി തിരച്ചിൽ നടത്തിയതിനെ തുടർന്നാണ് ഗംഗാവലിപ്പുഴയിൽ ചെളിയിലാണ്ട നിലയിൽ അർജുൻ്റെ ലോറി കണ്ടെത്തിയത്. നേവി ദിവസങ്ങളോളം പരിശ്രമിച്ചെങ്കിലും നദിയിലെ അടിയൊഴുക്കും മോശം കാലാവസ്ഥയും കാരണം ലോറി ഉയർത്തിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഡ്രോണും ബ്ലൂ എക്സ്കവേറ്ററുമുൾപ്പെടെയുള്ള തിരച്ചിലിന് ഉപയോഗിച്ചു. ഇപ്പോഴിതാ ദുരന്തത്തിൽ കാണാതായ അർജുൻ്റെ ജീവിത പങ്കാളിക്ക് ജോലി നൽകുമെന്നും ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ചൂരൽമലയിൽ 11 പേർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്നും പ്രഖ്യാപിച്ച് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ്, MVR ക്യാൻസർ സെൻ്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ തുടങ്ങിയവരാണ് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. അർജുൻ്റെ വിദ്യാസമ്പന്നയായ ഭാര്യയ്ക്ക് ഉചിതമായ ജോലി നൽകാൻ സാധിക്കും. സഹകരണ നിയമവ്യവസ്ഥകളിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് ഇവരെ ബാങ്കിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ കുറയാത്ത തസ്തികയിൽ നിയമിക്കുന്നതിന് അനുവാദം തരുന്ന പക്ഷം ഇത്തരത്തിൽ നിയമം നൽകാൻ ബാങ്ക് തയ്യാറാണെന്നും ഇവർ കൂട്ടിച്ചേർത്തു. രാജ്യത്തെ നടുക്കിയ ദുരന്തമുണ്ടായ ചൂരൽമലയിൽ നിരവധി പേരാണ് ഭവനരഹിതരായത്. അവർക്ക് പുനരധിവാസത്തിന് അധികാരികളോ സ്വകാര്യ സ്ഥാപനങ്ങളോ വ്യക്തികളോ സൗജന്യമായി നൽകുന്ന സ്ഥലത്ത് പഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന 11 കുടുംബങ്ങൾക്ക് സർക്കാരിൻ്റെ അനുവാദത്തിന് വിധേയമായി 5 ലക്ഷം രൂപ വീതം ചിലവഴിച്ചുകൊണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകും. കോഴിക്കോട് ചാത്തമംഗലത്തെ NIT അധികൃതരുമായി ആലോചിച്ച് വയനാടിൻ്റെ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള വീടുകളാണ് നിർമ്മിക്കുക. 120 ദിവസം കൊണ്ട് വീട് പൂർണ്ണമായി നിർമ്മിച്ച് കൈമാറാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഇവർ കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ CE ചാക്കുണ്ണി, KP രാമചന്ദ്രൻ, TM വേലായുധൻ, PA ജയപ്രകാശ് തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു.